മന്ത്രി വീണ ജോർജ് രാജിയിലേക്ക് ജനമിളകി മന്ത്രിയുടെ വീട്ടുപടിക്കലെത്തുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കത്തുകയാണ്. കാരണം ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഗുരുതര പിഴവെങ്കിൽ ഇന്ന് കോട്ടയത്ത് ഒരു വീട്ടമ്മയുടെ മരണത്തിനിടയാക്കുന്ന അനാസ്ഥയാണ് കാണാൻ സാധിച്ചത്. ഇതിനൊക്കെ തൊട്ടുമുൻപ് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് കത്തിയമർന്നു. അപ്പോഴൊക്കെ പരിശോധിക്കട്ടെ, റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു തടി തപ്പിയ മന്ത്രി ഒടുക്കം ഒരാളെ കൊലക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ജനമിളകും. ഇത്തരം സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് മുഖം രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ല. മന്ത്രി വീണയെ പുറത്താക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി വാസവനെ അടക്കം വിളിച്ചു കൂട്ടിക്കൊണ്ട് അടിയന്തര കൂടിക്കാഴ്ചയിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി മന്ത്രിസഭയ്ക്ക് ഏറ്റവും അധികം കയ്യടി കിട്ടിയത് ആരോഗ്യരംഗത്തായിരുന്നു എങ്കിൽ ഇത്തവണ ശൈലജ ടീച്ചർ തന്റെ തലയ്ക്ക് മുകളിൽ വളർന്നാലോ എന്ന് പേടിച്ച് രണ്ടാം ഊഴമില്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തി. അന്ന് കേരളത്തിൽ ശൈലജയെ മാറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു. പക്ഷേ പിണറായി പിടിച്ച പിടി വിട്ടില്ല. അവിടെയാണ് താരത്തിളക്കത്തിൽ വീണയിലേക്ക് മന്ത്രി കസേര എത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ രണ്ടാം ഊഴത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണ ജോർജ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. ആശമാർ തുടങ്ങിവെച്ച സമരം മുതൽ ആരോഗ്യരംഗത്തെ അനാസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. അവിടെ പല യൂണിയനുകളെയും തങ്ങളുടെ വശത്താക്കി ഒരു പരിധിവരെ ആശാസമരത്തെ മൂലയ്ക്ക് മാറ്റി നിർത്താൻ ഈ പിണറായി സർക്കാരിനായി. ഒടുക്കം സഖാവായ ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയപ്പോൾ ആ ഡോക്ടർക്കെതിരെ പല അച്ചടക്ക നടപടികളും സ്വീകരിച്ചു. തകർക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയിൽ മുഴുനീളൻ മുഖപ്രസംഗം എഴുതി ഭീഷണിപ്പെടുത്താനും ഈ സർക്കാർ നോക്കി. പക്ഷേ ഇന്ന് കോട്ടയത്ത് മന്ത്രി വീണ ജോർജിന്റെ തീർത്തും അപക്വമായ ഇടപെടൽ കാരണം ഒരു ജീവനാണ് പൊലിഞ്ഞു പോയത്. എന്നാൽ ആ നിമിഷം തന്നെ അവിടെ ഓടിയെത്തിയ ചാണ്ടിയുമ്മൻ മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയാവില്ല പ്രകടനം എന്നും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു. പിന്നീട് തിരുവഞ്ചൂരടക്കം അങ്ങോട്ട് ഓടിയെത്തി. അപ്പോഴേക്കും കടന്നൽ കൂടിളകും പോലെ തെരുവുകളിൽ പോലീസിന് നിയന്ത്രിക്കാനാവാത്ത വണ്ണം പ്രതിഷേധക്കാർ നിറഞ്ഞിരുന്നു. വനിതാ കോൺഗ്രസുകാരടക്കം സജീവം. ഇവിടെയാണ് ഇനിയുള്ള 8 മാസക്കാലം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായി വീണ്ടും ശൈലജ ടീച്ചറെ പിണറായി വിജയൻ കളത്തിലേക്ക് ഇറക്കുന്നത്. ഇനി ടീച്ചറെ മുന്നിൽ നിർത്തി ഉയർത്തി കാണിച്ചാൽ മാത്രമേ CPM-ന് ഒന്ന് നിവർന്നു നിൽക്കാനും മുഖം രക്ഷിച്ചെടുക്കാനും സാധിക്കൂ. അതുമാത്രവുമല്ല, ഇന്ന് വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് 2013 കിട്ടിയ ഒരു കത്തുപ്രകാരം ആ കെട്ടിടം പഴകി ഉപയോഗശൂന്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 2016 ശൈലജ ടീച്ചർ പുതിയ കെട്ടിടത്തിനുള്ള നീക്കം തുടങ്ങിയെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് പുതിയ കെട്ടിടം ഇപ്പോൾ പണിയുന്നത്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം വരുന്നുണ്ടെങ്കിൽ അതിനു കാരണം ശൈലജ ടീച്ചർ ആണ് എന്ന്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വീണ ജോർജിന്റെ രാജിയും ശൈലജ ടീച്ചറുടെ മന്ത്രി പദവിയുമാണ്. കാത്തിരുന്ന് കാണാം.